ഹായ് മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് സിഎം കിഡ്സ് എക്സാമിൻ്റെ പേപ്പർ 2 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് NTU അധ്യാപക സംഘടന നടത്തിയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൻ്റെ പാർട്ട് 1 നൽകിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ചാനലിൽ വിട്ടിട്ടുണ്ട്. മക്കൾ അതൊക്കെ പോയി കാണുക, നന്നായിട്ട് പഠിക്കുക. മറ്റൊരു കാര്യം കൂടി പറയാൻ, മക്കൾക്ക് ക്ലാസ്സുകളൊക്കെ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ഓക്കെ, ഫസ്റ്റിൽ മലയാളം നോട്ടീസ്. കാന്താരിക്കുട്ടിക്ക് മത്തങ്ങ അയച്ച കത്ത് കൂട്ടുകാർ ഓർക്കുന്നില്ലേ? ആലുമൂട് ചന്തയിൽ വെച്ച് നടക്കുന്ന അഖില ലോക പഴം പച്ചക്കറി സമ്മേളനം അറിയിക്കാൻ വേണ്ടിയായിരുന്നു ആ കത്ത്. ഈ വിവരം അറിയിക്കാൻ ഒരു നോട്ടീസ് തയ്യാറാക്കുക. നോട്ടീസ് തയ്യാറാക്കുമ്പോൾ മുകളിലായിട്ടൊരു ഹെഡിങ് നൽകണം. ഇവിടെ എന്ത് ചെയ്താൽ അഖില ലോക പഴം പച്ചക്കറി മഹാസമ്മേളനം, താഴെ ആലുമൂട് ചന്ത 2025 ഒക്ടോബർ 6 ശനിയാഴ്ച രാവിലെ 5:30. താഴെയായിട്ട് നമ്മൾ അഭിസംബോധന ചെയ്യണം. ഇവിടെ നമ്മൾ സുഹൃത്തുക്കളെയാണ് വിളിക്കണം അല്ലേ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്നിട്ടൊരു കോമഡി കേട്ടോ. ശേഷം അതിൻ്റെ താഴെ 1ാം അഖില ലോക പഴം പച്ചക്കറി മഹാസമ്മേളനം 2025 ഒക്ടോബർ 6 ശനിയാഴ്ച രാവിലെ 5:30 ആലുമൂട് ചന്തയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ച വിവരം വളരെയധികം സന്തോഷത്തോടെ അറിയിക്കുകയാണ്. പുതിയ ജീവിത രീതിയിൽ ഭക്ഷണശീലങ്ങളിൽ വന്ന മാറ്റം മനുഷ്യരെ രോഗികളാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നാം പഴങ്ങളുടെയും പച്ചക്കറികളുടെയും പ്രാധാന്യത്തെക്കുറിച്ച് അവരെ അറിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനം വളരെയധികം പ്രാധാന്യമുള്ളതാണ്. പഴങ്ങളുടെ പ്രമുഖനായ തണ്ണിമത്തൻ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. എരിവിൻ്റെ ആശാട്ടി കാന്താരി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എല്ലാ പഴം പച്ചക്കറി സുഹൃത്തുക്കളെയും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഇനി ഇതിൻ്റെ താഴെയായിട്ട് എഴുതണം, മത്തങ്ങ സെക്രട്ടറി അഖില ലോക പഴം പച്ചക്കറി സഭ. ഇതൊരു സൈഡിലായിട്ട് സ്ഥലം, ഡേറ്റ്. ഇവിടെ നമുക്ക് സ്ഥലം തന്നിട്ടുണ്ട്, ആലുമൂട്, 1/6/2026. നോട്ടീസ് നൽകുന്ന ഡേറ്റാണ്. സമ്മേളനം നടത്തുന്ന ഒരാഴ്ച മുമ്പായിരിക്കണം നോട്ടീസ് നൽകേണ്ടത്. തലക്കെട്ട് വിവരണത്തേക്കാൾ കുറച്ച് വലുതായിട്ട് വേണം എഴുതാൻ. പരിപാടി നടക്കുന്ന സ്ഥലം, സമയം, തീയതി എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അതുപോലെ ആശയങ്ങൾ ലഘുവാക്യങ്ങളായി എഴുതണം. ഓക്കെ, നെക്സ്റ്റ് കവിത വായിക്കൂ. പേര് ഗ്രാമഭംഗി. മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി, കരളും മിഴിയും കവർന്നു മിന്നി കറയൊറ്റൊരാലസൻ ഗ്രാമഭംഗി. പുളകം പോൽ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞു പുൽകി നീക്കി, പുലരൊളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലോ അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം, ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുതുരെ പൂമഴയായി. പിന്നെ കവിത ജസ്റ്റ് ഒന്ന് വായിച്ചതാണ് കേട്ടോ. ഇത് എഴുതിയത് ആരാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. കുറച്ച് ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. 1, കണ്ണ് എന്ന വാക്കിന് പകരം കവിതയിൽ കൊടുത്ത പദം ഏത്? ആൻസർ മിഴി. 2, സൂനം കുസുമം പുഷ്പം. കൂട്ടത്തിൽ ചേർക്കാൻ പറ്റിയ വാക്കേത്? ആൻസർ മലർ. മലർ എന്നാൽ പൂവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രാമഭംഗി എന്ന കവിത ഗദ്യരൂപത്തിൽ എഴുതൂ. പൂക്കൾ നിറഞ്ഞ് തിങ്ങി നിൽക്കുന്ന കാടുകൾ മരതകമാകുന്ന ഭംഗിയിൽ മുങ്ങി നിൽക്കുകയാണ്. ഗ്രാമഭംഗി കണ്ണിനെയും കരളിനെയും കവർന്നെടുക്കുന്നു. കുന്നിൻ മുകളിലെ മഞ്ഞുതുള്ളികൾ രോമാഞ്ചം പോലെ പുൽകി നിൽക്കുന്നു. പ്രഭാതം മലകൾക്ക് പിറകിലായി എത്തി നോക്കുന്നു. എവിടെ നിന്ന് നോക്കിയാലും അവിടെയെല്ലാം പൂത്തു നിൽക്കുന്ന മരങ്ങൾ മാത്രമാണ്. ചെറിയ കാറ്റടിച്ചാൽ അവിടെയെല്ലാം പൂമഴ പെയ്യും. അടുത്തത് ഇംഗ്ലീഷ്. ഡയറി. ആഫ്റ്റർ ഫൈൻഡിങ് ദീദീസ് ഹൗസ് ആൻഡ് റീഡിങ് സ്റ്റോറീസ്, മുത്തു ആൻഡ് ഫ്രണ്ട്സ് റിട്ടേൺ ഹോം ഹാപ്പിലി. റൈറ്റ് ദ ഡയറി എൻട്രി ഓഫ് മുത്തു ഓൺ ദാറ്റ് ഡേ. കുട്ടികളെല്ലാവരും ബുക്കിലെ അഡ്രസ്സുമായിട്ട് ദീദിനെ അന്വേഷിച്ച് പോയി. അവർ ദീദിൻ്റെ വീട് കണ്ടെത്തി. ദീദിക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? കഥകളൊക്കെ വായിച്ചു കൊടുത്തു. അങ്ങനെ മുത്തും അവരുടെ ഫ്രണ്ട്സും വീട്ടിലേക്ക് മടങ്ങി. ആ സമയത്ത് മുത്തു എഴുതിയിട്ടുള്ള ഡയറി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡയറി എഴുതുന്ന ഫോർമാറ്റൊക്കെ മക്കൾക്ക് അറിയാമല്ലോ അല്ലേ. ഫസ്റ്റിൽ ഡേറ്റ്, ദിവസം വേണം കേട്ടോ. അതിന് താഴെയായിട്ട് പാരഗ്രാഫായിട്ടാണ് ഡയറി എഴുതേണ്ടത്. ടുഡേ ഈസ് എ ഡേ ഐ കനോട്ട് ഫോർഗെറ്റ്. ഇനി എനിക്ക് മറക്കാൻ കഴിയാത്തൊരു ദിവസമായിരുന്നു. ഐ വാസ് വെരി സാഡ് ബിക്കോസ് ദ ദീദി ഡിഡ് നോട്ട് കം. ദീദി വരാത്തത് കൊണ്ട് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു. ഐ വാസ് റൈറ്റ് ഇൻ തിങ്കിങ് ദാറ്റ് ദീദി മൈറ്റ് ഹാവ് സം ഇൽനെസ്. ദീദി വരാത്തത് അവർക്ക് അസുഖമായതെന്ന് ഞാൻ ചിന്തിച്ചത് ശരിയാണ്. ഐ വാസ് വെരി ഹാപ്പി വെൻ ഐ സാവ് ദീദി.
ദീദിനെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. ദീദി വാസ് ഓൾസോ വെരി ഹാപ്പി ടു സീ അസ്. ദീദിക്ക് ഞങ്ങളെ കണ്ടപ്പോഴും വളരെയധികം സന്തോഷമായി. വെൻ ഐ റീഡ് സ്റ്റോറി ടു ദീദി. ഞാൻ ദീദിക്ക് കഥകളൊക്കെ വായിച്ചു കൊടുത്തു. ദീദി ഹെൽഡ് മീ ക്ലോസ് ആൻഡ് കിസ്ഡ് മീ. എന്നെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഹൗ മച്ച് ലവ് ഡസ് ദീദി ഹാവ് ഫോർ അസ്. എത്ര സ്നേഹമാണ് അവർക്ക് ഞങ്ങളോട്. ഷീ സെഡ് വിൽ കം എഗൈൻ ആഫ്റ്റർ ദ ഇൽനെസ് ഈസ് ഗോൺ. അസുഖം മാറിയിട്ട് അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗോഡ് പ്ലീസ് ക്വിക്ക്ലി കെയർ ദീദീസ് ഇൽനെസ്. ദൈവമേ, ഞങ്ങളുടെ ദീദിയുടെ അസുഖം ഒന്ന് പെട്ടെന്ന് സുഖമാക്കണേ. മക്കൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് എഴുതാട്ടോ. ഇനി മാത്സിൻ്റെ ക്വസ്റ്റ്യൻസാണ്. അതിലൊന്ന്, ഒരു സ്കൂളിൽ നിന്നും 50 കുട്ടികളും 5 അധ്യാപകരും കൂടി പഠനയാത്ര പോയി. പാർക്ക് സന്ദർശിക്കുന്നതിന് ഒരു കുട്ടിക്ക് 60 രൂപയും ഒരു അധ്യാപകന് 80 രൂപയുമാണ് ടിക്കറ്റിൻ്റെ വില. എല്ലാവർക്കും കൂടി ടിക്കറ്റ് എടുക്കാൻ എത്ര രൂപ വേണം? 50 കുട്ടികൾക്ക് 60 രൂപ, 50 ഗുണിക്കണം 60. ആൻസർ 3000. ഒരു അധ്യാപകന് 80 രൂപ, 5 അധ്യാപകർ. 80 ഗുണിക്കണം 5. 3000 പ്ലസ് 400, 3400. ആൻസർ 3400 രൂപ. രണ്ടാമത്തെ ക്വസ്റ്റ്യന്, പ്രഭാത ഭക്ഷണത്തിന് ഒരാൾക്ക് 55 രൂപയും ഉച്ചഭക്ഷണത്തിന് എല്ലാവർക്കും കൂടി 4350 രൂപയും ചിലവായി. പ്രഭാത ഭക്ഷണത്തേക്കാൾ എത്ര രൂപ കൂടുതൽ ഉച്ചഭക്ഷണത്തിന് ചിലവായി? നമ്മൾ പ്രഭാത ഭക്ഷണത്തിൻ്റെ തുക കാണണം. 55 രൂപയാണ് ഒരാൾക്ക്. ആകെ എത്ര പേരാണ്? 5 അധ്യാപകരും 50 കുട്ടികളും. 55 ഗുണിക്കണം 55. ആൻസർ 3025. ഇനി ഇത് ഉച്ചഭക്ഷണത്തിൽ നിന്ന് കുറക്കുക. 4350 കുറക്കണം 3025. ആൻസർ 1325. ഇതിൽ മൂന്നാമത്തെ ചോദ്യം, കുട്ടികൾക്ക് നൽകുന്നതിനായി വൈകുന്നേരം 9 കിലോ മുന്തിരി വാങ്ങി. ആകെ 675 രൂപ കൊടുത്തു. 1 കിലോഗ്രാം മുന്തിരിയുടെ വില എത്ര? നമ്മൾ 675 ഹരിക്കണം 9 ചെയ്യണം. എന്നാൽ 1 കിലോ മുന്തിരിയുടെ വില കിട്ടും. 27 9 7 പ്രാവശ്യം ശിഷ്ടം 4 ഉണ്ട്. 4ലേക്ക് നമ്മൾ ഈ 5 ബാക്കി വന്ന 5 കയറ്റി ചെയ്ത് 45ൽ എത്ര 9 ഉണ്ട്? 5 9. ആൻസർ 75. 1 കിലോ മുന്തിരിയുടെ വില 75 രൂപ. മനസ്സിലായല്ലോ? ഇനി അടുത്ത ചോദ്യം 10 മാർക്കിനാണ് കേട്ടോ മാത്സ്. 2 5 മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും. ഇവിടെ ചിത്രം നൽകിയിട്ടുണ്ട്. ചിത്രം ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. അമ്മുവിൻ്റെ വീട്, ഗവൺമെൻറ് ഹോസ്പിറ്റൽ, പഞ്ചായത്ത് ഓഫീസ്, റെയിൽവേ സ്റ്റേഷൻ. താഴെയായിട്ട് പോസ്റ്റ് ഓഫീസ്, സ്കൂള്, റെയിൽവേ സ്റ്റേഷൻ. നടുവിൽ പോലീസ് സ്റ്റേഷൻ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോദ്യം വായിക്കാം. അതിലൊന്നാമത്തെ ചോദ്യം, അമ്മുവിൻ്റെ വീട്ടിൽ നിന്നും സ്കൂളിലെത്താൻ എത്ര ദൂരം സഞ്ചരിക്കണം? എൻ്റെ മക്കൾ ചിത്രം കൃത്യമായിട്ട് നോക്കണം, എന്നിട്ട് വേണം അത് പ്ലസ് ചെയ്യാൻ. അമ്മുവിൻ്റെ വീട്ടിൽ നിന്നും പോസ്റ്റ് ഓഫീസിലേക്ക് 2 കിലോമീറ്റർ 400 മീറ്റർ. അവിടെ നിന്നും സ്കൂളിലേക്ക് 2 കിലോമീറ്റർ. ഇത് പ്ലസ് ചെയ്യുക. 4 കിലോമീറ്റർ 400 മീറ്റർ. ആൻസർ 4 കിലോമീറ്റർ 400 മീറ്റർ. 2, അമ്മുവിൻ്റെ വീട്ടിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏത് വഴി പോയാലാണ് ഏറ്റവും കുറവ് ദൂരം? ദൂരം എത്ര? സ്കൂളിലേക്കുള്ള ദൂരം നമ്മൾ കണ്ടെത്തില്ലേ? 4 കിലോമീറ്ററും 400 മീറ്ററും. അതിലേക്ക് 2 കിലോമീറ്ററും 200 മീറ്ററും കൂട്ടിയാൽ 6 കിലോമീറ്ററും 600 മീറ്ററും ആവും. നമുക്ക് പോലീസ് സ്റ്റേഷൻ വഴി നോക്കാം. പോലീസ് സ്റ്റേഷനിലേക്ക് 2 കിലോമീറ്ററും അവിടെ നിന്ന് 4 കിലോമീറ്ററും 200 മീറ്ററും പ്ലസ് ചെയ്താൽ 6 കിലോമീറ്ററും 200 മീറ്ററും കിട്ടും. മുകളിൽ അതുപോലെ ഹോസ്പിറ്റൽ വഴി പോയാൽ 2 കിലോമീറ്റർ 500 മീറ്റർ പ്ലസ് 2 കിലോമീറ്റർ പ്ലസ് 1 കിലോമീറ്റർ 800 മീറ്റർ. ആൻസർ 6 കിലോമീറ്ററും 300 മീറ്ററും. അപ്പം നമ്മൾ കണ്ടെത്തി പോലീസ് സ്റ്റേഷൻ വഴി പോയാലാണ് ഏറ്റവും കുറവ് ദൂരം. എത്ര ദൂരം? 6 കിലോമീറ്റർ 200 മീറ്റർ. മൂന്നാമത്തെ ചോദ്യം, അമ്മു ഗവൺമെൻറ് ഹോസ്പിറ്റൽ വഴി പഞ്ചായത്ത് ഓഫീസ് വഴി റെയിൽവേ സ്റ്റേഷൻ എത്താൻ എത്ര ദൂരം സഞ്ചരിക്കണം? അതുപോലെ പോലീസ് സ്റ്റേഷൻ വഴി പോകുന്നതിനേക്കാൾ എത്ര കൂടുതലാണ്? നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? ഇത് മൊത്തം കൂട്ടിയാൽ എത്ര കിട്ടും? 6 കിലോമീറ്ററും 300 മീറ്ററും കിട്ടും. എത്ര ദൂരം സഞ്ചരിക്കണം? 6 കിലോമീറ്ററും 300 മീറ്ററും. പോലീസ് സ്റ്റേഷൻ വഴി പോകുന്നതിനേക്കാൾ എത്ര കൂടുതലാണ്? 2 ദൂരവും മൈനസ് ചെയ്യുക. ആൻസർ 100 മീറ്റർ. 100 മീറ്ററാണ് ദൂരം കൂടുതൽ.
നെക്സ്റ്റ് പരിസര പഠനം. ഇതവിടെ ഒരു പരീക്ഷണമാണ്. 3 കുട്ടികളുണ്ട് അല്ലേ. അയ്യോ എൻ്റെ പേപ്പർ നനഞ്ഞു. ഒരു കുട്ടി പറയാണ്. അടുത്ത കുട്ടി എൻ്റെ പേപ്പർ ഒട്ടും നനഞ്ഞില്ല. നമ്മളൊരു പരീക്ഷണക്കുറിപ്പ് എഴുതണം. വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുണ്ട് എന്ന് തെളിയിക്കുന്ന പരീക്ഷണത്തിൻ്റെ ചിത്രമാണിത്. നിരീക്ഷിച്ച് പരീക്ഷണം എഴുതൂ. ഫസ്റ്റ് ലക്ഷ്യം. വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണോ എന്ന് കണ്ടെത്തുന്നതിന്. അടുത്തത് ആവശ്യമായ സാമഗ്രികൾ. വെള്ളം നിറച്ച ബക്കറ്റ്, 2 ഗ്ലാസ്, വളയുന്ന സ്ട്രോ, കടലാസ്, സെല്ലോ ടേപ്പ്. പ്രവർത്തനം ചെയ്യുന്ന വിധം. ബക്കറ്റിൻ്റെ 1/4 ഭാഗവും വെള്ളമെടുക്കുക. 2 ഗ്ലാസുകളിൽ ഓരോന്നിൻ്റെയും പകുതി വരെ കടലാസ് നന്നായി അമർത്തി വെക്കുക. രണ്ടാമത്തെ ഗ്ലാസ്സിൽ വളയുന്ന ഒരു സ്ട്രോയുടെ നീളം കുറഞ്ഞ ഭാഗം അകത്തു വരത്തക്ക വിധം സെല്ലോ ടേപ്പ് കൊണ്ട് ഒട്ടിക്കുക. 2 ഗ്ലാസുകളും കുത്തനെ കമിഴ്ത്തി പിടിച്ച് ബക്കറ്റിലെ വെള്ളത്തിലേക്ക് താഴ്ത്തുക. ഇനി നിരീക്ഷണ ഫലം. ഗ്ലാസുകൾ വെള്ളത്തിൽ താഴ്ത്തുമ്പോൾ ഒന്നാമത്തെ ഗ്ലാസ് കൂടുതൽ ശക്തിയായി അമർത്തേണ്ടി വന്നു. ഗ്ലാസിനകത്ത് കുറച്ച് വെള്ളം മാത്രമേ കയറിയുള്ളൂ. രണ്ടാമത്തെ ഗ്ലാസിൻ്റെ സ്ട്രോയിൽ കൂടി വായു കുമിളകൾ പുറത്തേക്ക് വരുന്നത് കണ്ടു. അപ്പോൾ ഗ്ലാസ്സിലേക്ക് കൂടുതൽ വെള്ളം കയറി. ഒന്നാമത്തെ ഗ്ലാസ്സിൽ നിന്നും കടലാസ് പുറത്തെടുത്തപ്പോൾ കടലാസ് നനഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ഗ്ലാസ്സിലെ കടലാസ് നനഞ്ഞിരിക്കുന്നു. നിഗമനം. ഒന്നാമത്തെ ഗ്ലാസ്സിനകത്ത് വായു ഉള്ളതിനാൽ വെള്ളം കുറച്ചു മാത്രമേ അകത്തേക്ക് കയറിയുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്ത് വെള്ളമുള്ളതിനാലാണ് പേപ്പറിനടുത്തേക്ക് വെള്ളത്തിന് കടന്നു ചെല്ലാൻ കഴിയാതിരുന്നതും പേപ്പർ നനയാതിരുന്നതും. വായുവിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ഓക്കെ മക്കളെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. പരീക്ഷണക്കുറിപ്പ് മാത്രമുള്ളൊരു വീഡിയോ നൽകുക കേട്ടോ. പരീക്ഷണക്കുറിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും ക്ലാസ്സുകൾ നൽകുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.